ഫാദി, എന്തോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഫാദിയുടെ കോസ്റ്റ്യൂംസിന്റെ കളർ കോമ്പിനേഷൻസ് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. പിന്നെ എനിക്ക് ഈ റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ചെറുതായി പോയി ആ ഒരൊറ്റ കുറ്റേ ഉള്ളൂ അതിന്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുണ്യമക്കയെ കുറിച്ച് പാടാനാണ്. പൊതുവെ ഒരു ഡിവോഷണൽ സോങ്സിനോടൊക്കെ പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ് ഫാദി. ഇവിടെ പല റൗണ്ട് കിട്ടുമ്പോഴും മാക്സിമം അങ്ങനെയുള്ള പാട്ടൊക്കെ ഫാദി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഇന്ന് മുസാഫ് എന്ന പ്രശസ്ത ആൽബത്തിൽ എൻ്റെ ഉമ്മാൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗർ അഫ്സൽക്ക പാടിയ ഒരു പാട്ടാണ് കഅബ കാണാൻ കൊതിയേറെ. ഓക്കെ ഓക്കെ. ഉമ്മച്ചിയുടെ മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, പണ്ട് മുതലേ അഫ്സലിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അൻവർ സാദത്തോ? ഓ അത് പിന്നെ പറയണോ, അതും ഇഷ്ടമാണ്. താരാദാസ് മുതലേ ഇഷ്ടമാണ്. ശരി, അപ്പൊ എന്തായാലും ഉമ്മയുടെ ഇഷ്ടം പോലെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരന്റെ പാട്ട് പാടുമ്പോ എങ്ങനെയുണ്ടെന്ന് കേൾക്കാലോ. നന്നായി പാടും. ഓക്കെ.
വചനമോദി പോകുവാൻ പുണരപ്പന കഅബ കാണാൻ കൊതിയേറെ കൽവിലുണ്ടെൻ തമ്പുരാനെ കഅബ കാണാൻ കൊതിയേറെ കൽവിലുണ്ടെൻ തമ്പുരാനെ. ഫാദി, എന്തോ അൻവർ ഖാൻ ഷബ്നം, ഫാദിയുടെ മുഖത്ത് ഭയങ്കരമായ ഒരു ആശ്വാസം. അതിന്റെ മെയിൻ കാരണം ഈ സ്കെഡ്യൂളിലുള്ള 3 റൗണ്ടുകളും ഫാദി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഗുഡ് ഗേൾ. അൻവർ ഖാ, ഫാത്തിമോളെ, എന്തോ മക്കൾ നന്നായി പാടി മക്കളെ. താങ്ക് യു. ഇത് നമ്മുടെ സയൻ അൻവർ അദ്ദേഹത്തിൻ്റെ സംഗീതമാണ് മുസാഫ് എന്ന് പറയുന്ന ആൽബം. അഫ്സൽ ചങ്കുബ്രോ അഫ്സൽ പാടിയ പാട്ട്. ഇതിൽ മക്കൾ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ പറയണത്. ഇത് മക്കൾ ഇതിൻ്റെ അകത്ത് വരുന്ന ബേസ് പോർഷൻസ് എല്ലാം പ്രശ്നമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തു, എത്താത്തതുപോലെയൊക്കെ ഫീൽ ചെയ്തു. അതിൻ്റെ ഒരു പ്രശ്നം പറ്റിയത് പിന്നീട് ഹൈ കൂടുതൽ ഉള്ള ഭാഗങ്ങൾ വരുന്നതുകൊണ്ടാണ് ഒരു നോട്ട് കുറച്ചെന്ന് മനസ്സിലായി. സോങ് സെലക്ഷൻ്റെ ഒരു വിഷയമുണ്ട്. എന്തായാലും പക്കാണ്, അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് അൻവർ ഖാ. ഷബ്നം, ആദ്യ എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ലൊരു ഫീലുള്ള പാട്ട്, നല്ലൊരു പാട്ട് അഫ്സലിക്കാടെ. ഒരു അങ്ങനെ പോകുന്ന അല്ലേ, ഒരു കുറേ ലിറിക്സൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് ഇപ്പം പൊതുവെ ഇക്ക പറഞ്ഞ് അതിൽ നിന്ന് ഞാൻ കണ്ടിന്യൂവേഷനായിട്ട് പറയുകയാണ്. ഇപ്പം നമ്മൾ ശ്രുതി നമ്മളുടെ കംഫർട്ടബിൾ സോണിന് പാടുന്നു, നിങ്ങൾ ഓക്കെ, പലരും അങ്ങനെ വന്ന് എടുത്ത് പാടാറുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ പാടിക്കഴിയുമ്പോൾ അതിനകത്തൊരു ഡെവലപ്മെൻറ്റ് വേണ്ടേ മോളെ? നമുക്ക് നമ്മളുടെ ഒരു റേഞ്ചിൽ നിന്ന് മേളിലോട്ട് നമ്മളെ ചിന്തിക്കണ്ടേ? ഇതിനാ സോങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാടി നോക്കിയപ്പോൾ എല്ലാം ഓക്കെ, അതായത് ആ പാട്ടിൻ്റെ കൂടെ ഞാൻ അതൊന്നും അല്ല പറഞ്ഞേ, ഞാൻ അതല്ല, ആ ടോപ്പിക്കല്ല പറഞ്ഞേ, ഇപ്പോഴുള്ള കാര്യമല്ല പറഞ്ഞേ, ഈ സോങ്ങിൻ്റെ കാര്യവും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ബേസിക്കായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അതായത് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു കംഫർട്ടബിൾ സോണിൽ നിൽക്കരുത്. കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു അടുത്ത ഒക്ടേവിലോട്ടൊക്കെ പാടാൻ നമ്മളെ തന്നെ എന്താ പറയുക കേപ്പബിൾ ആക്കണം. അല്ലാണ്ട് എപ്പോഴും നമ്മളിങ്ങനെ എൻ്റെ കംഫർട്ടബിൾ സോൺ ഇതാണ് എന്ന് പറഞ്ഞ് വെക്കാൻ പാടില്ല. ശ്രമിക്കുക, ശീലിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷബ്നം.